എല്ലാ കുട്ടികൾക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ബോസ്റ്റൺ ടീ പാർട്ടി വരെയുള്ള പോർഷൻസാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അതിൻ്റെ ബാലൻസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് കുറച്ച് തിങ്കേഴ്സിനെ കുറിച്ചാണ്. രണ്ടുപേരെക്കുറിച്ചാണ്, ജോൺ ലോക്കിനെ കുറിച്ചും തോമസ് പെയിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ആ പാരഗ്രാഫ് നോക്കി പോവാം. ദി ഐഡിയോളജീസ് ഓഫ് സം തിങ്കേഴ്സ് ആൾസോ സ്റ്റിമുലേറ്റഡ് ദ പീപ്പിൾ ഓഫ് ദി കോളനീസ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റേറ്റീവ് ലോസ് ഓഫ് ദ ബ്രിട്ടീഷ്. ആ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ചൂഷകപരമായിട്ടുള്ള ഈ നിയമങ്ങൾക്കെതിരെ കോളനിയിലെ ജനങ്ങളെ പോരാടാനായി പ്രാപ്തനാക്കിയ ചില ആൾക്കാർ, ചില ചിന്തകന്മാരുണ്ടായിരുന്നു. അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ ഈ വിപ്ലവത്തെ വളരെയധികം അനുകൂലമായി സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രണ്ട് പേരെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ആൾ ജോൺ ലോക്ക്. അദ്ദേഹം പറയുന്നു, എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എല്ലാവർക്കും ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികമായ അവകാശങ്ങളുണ്ട്. നോ ഗവൺമെൻറ് ഹാസ് എ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഇവ ഒരിക്കലും സസ്പെൻഡ് ചെയ്യാൻ, ഇല്ലാതാക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയുകയില്ല. അപ്പം ജോൺ ലോക്ക് പറയുന്ന കാര്യം ഇതാണ്, എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാവർക്കും ചില മൗലികാവകാശങ്ങളുണ്ട്, ഒരു ഗവൺമെൻറ്റിനും ഇത് സസ്പെൻഡ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇത് ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഇതിൻ്റെ കൊട്ടേഷൻ തന്നിട്ട്, ഈ കോട്ട് തന്നിട്ട് നിങ്ങൾക്കിത് ആര് ആണ് പറഞ്ഞതെന്ന് ചോദിക്കും. ഓക്കെ, അത് ഓർമ്മിച്ചിരിക്കണം. നെക്സ്റ്റ് വൺ, തോമസ് പെയിൻ. ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് ബി പെർപെക്ച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. അദ്ദേഹം തോമസ് പെയിൻ പറയുന്നു, ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് വിച്ച് ബീം പെർപെക്ച്വലി ഗവേൺഡ് ബൈ എ ഫോറിൻ പവർ. ഒരു ഭൂഖണ്ഡത്തെ ഒരു വിദേശശക്തി പൂർണ്ണമായി ഭരിക്കുന്നതിൽ അല്ലെങ്കിൽ ഭരിക്കുന്നുവെന്ന് കരുതുന്നതിൽ അസംബന്ധമായിട്ടുള്ള ചിലതുണ്ട്. ഒരു വിദേശശക്തിക്കും ഒരു ഭൂഖണ്ഡം ഒരിക്കലും പൂർണ്ണമായി കുറേ കാലഘട്ടം ഭരിക്കാൻ കഴിയുകയില്ല. ഉറപ്പായും അവർ ഇവിടെ ഇട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് തോമസ് പെയിൻ പറയുന്നത്. ഒരിക്കലും ഒരു ഭൂഖണ്ഡത്തെയും ഒരു വിദേശശക്തിക്കും ഭരിക്കുവാൻ കഴിയില്ല, പൂർണ്ണമായി ഭരിക്കാൻ കഴിയില്ല. അങ്ങനെ കരുതുന്നുവെങ്കിൽ അത് അസംബന്ധമായ ഒന്ന് തന്നെയാണ് എന്നാണ് തോമസ് പെയിൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് കോഡ്സും ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ഇത് തന്നിട്ട് ഇതാര് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ദ എൻ്റയർ കോണ്ടിനെൻറ്റ് അസംബ്ലസ്. ഭൂഖണ്ഡം മുഴുവൻ ഒന്നിക്കുകയാണ്. വടക്കേ അമേരിക്കയിലെ എല്ലാ ജനവിഭാഗവും എല്ലാ കോളനി ജനതയും ഒരുമിക്കുകയാണ്. ആർക്കെതിരെ? ബ്രിട്ടനെതിരെ. അവരുടെ മദർ ലാൻഡായിട്ടുള്ള ബ്രിട്ടനെതിരെ ഒരുമിക്കുകയാണ്. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദി കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774 ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടുകാർ അമേരിക്കൻ കോളനികൾക്ക് മുകളിൽ ചുമത്തിയിട്ടുള്ള ഭരണത്തെയും അവരുടെ നയങ്ങളെയും ഒക്കെ എതിർത്തുകൊണ്ട് ഒരു പ്രതിഷേധമായിട്ട് 1774 ജോർജിയ ഒഴികെയുള്ള 12 അമേരിക്കയിലെ കോളനികളും ഫിലാഡൽഫിയയിൽ ഒത്തുകൂടുകയുണ്ടായി. കോളനികളുടെ പ്രതിനിധികളാണ്, ഡെലിഗേറ്റ്സ് ആണ് ഫിലാഡൽഫിയയിൽ ഒത്തുകൂടിയത്. ഈ ഒത്തുകൂടലിനെ, ഇങ്ങനെ അസംബിൾ ചെയ്യുന്നതിനെ ഒരു പേര് വിളിക്കുന്നു, ദാറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ഒരു പ്രധാനപ്പെട്ട വർഷമാണ് 1774 അമേരിക്കയിലെ ജോർജിയ ഒഴികെയുള്ള 12 കോളനികളിലെ ഡെലിഗേറ്റ്സ്, അംഗങ്ങൾ, പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ ഒത്തുകൂടുകയുണ്ടായി. എന്തിനു വേണ്ടി? ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികൾക്ക് മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭരണത്തെയും അവരുടെ നയങ്ങളെയും എതിർക്കുന്നതിന് വേണ്ടിയാണ് 1774 ഫിലാഡൽഫിയയിൽ അമേരിക്കയിലെ 12 കോളനികളിലെ ഡെലിഗേറ്റ്സ്, അവരുടെ പ്രതിനിധികൾ എവിടെ ഒത്തുകൂടിയുണ്ടായി? ഫിലാഡൽഫിയയിൽ ഒത്തുകൂടി. ഈ ഒത്തുകൂടലിനെ വിളിക്കുന്ന പേര് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ്. ദി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. സബ്സിക്വൻ്റ്ലി പീപ്പിൾ ഓഫ് ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ, പീപ്പിൾ ഓഫ് ദി കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദി കിങ്, ഒരു പെറ്റീഷൻ തയ്യാറാക്കി രാജാവിന്, ഇംഗ്ലണ്ടിനെ രാജാവിന് സമർപ്പിച്ചു. ആ നിവേദനത്തിൽ അവർ ഡിമാൻഡ് ചെയ്തു, ദേ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ ഓഫ് ദി റെഗുലേഷൻ
enforced on industry and commerce and not to impose tax without the approval of the people. അവർ ആ നിവേദനത്തിൽ അല്ലെങ്കിൽ ആ പെറ്റീഷനിൽ ഡിമാൻഡ് ചെയ്ത കാര്യങ്ങൾ ഇവയായിരുന്നു. ഫസ്റ്റ് വൺ, ദി റിവോക്കേഷൻ ഓഫ് ദി റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അവരുടെ അമേരിക്കയിലെ വ്യവസായത്തിന് മുകളിലും വാണിജ്യത്തിന് മുകളിലും ഇംഗ്ലീഷുകാർ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ റെഗുലേഷനുകളും നിയന്ത്രണങ്ങളും റിവോക്കേറ്റ് ചെയ്യണം, അത് പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്, ഒന്നാമത്തെ ആവശ്യം. ഇനി രണ്ടാമതൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു, നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ അംഗീകാരമില്ലാതെ ഇനി ടാക്സ് ഇമ്പോസ് ചെയ്യരുത്, നികുതി അടിച്ചേൽപ്പിക്കരുത്, നികുതി ചുമത്തരുത്. ഇങ്ങനെയുള്ള രണ്ട് നിർദ്ദേശങ്ങളാണ് രാജാവിന്, ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ച പെറ്റീഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. എന്നാൽ ഇത് രാജാവ് ചെവിക്കൊള്ളാതെ, ഇംഗ്ലണ്ടിലെ രാജാവ് ചെവിക്കൊള്ളാതെ അമേരിക്കയിലെ 12 കോളനികളിലെയും ജനങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ആരെ അയക്കുകയുണ്ടായി? സൈന്യത്തെ അയക്കുകയുണ്ടായി. ദിസ് ലെഡ് ടു ദി വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. അങ്ങനെ ഇംഗ്ലീഷുകാരും ഇംഗ്ലണ്ടും കോളനികളിലെ ജനതകളും തമ്മിൽ, അമേരിക്കൻ കോളനികളിലെ ജനതയും തമ്മിൽ എന്താരംഭിച്ചു? യുദ്ധം ആരംഭിച്ചു. എന്നിട്ടോ ദി സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 ഇലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആസ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെൻ്റൽ ആർമി. അങ്ങനെ അടുത്ത വർഷം 1775 ഫിലാഡൽഫിയ വെച്ച് രണ്ടാമതൊരു സമ്മേളനം ചേർന്നു. ദാറ്റ് ഈസ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ ആ രണ്ടാമത് ചേർന്ന സമ്മേളനം സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പ്രത്യേകമായി ശ്രദ്ധിക്കുക. 1774 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആൻഡ് 1775 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇവ രണ്ടും നടന്ന ഒരു സ്ഥലത്താണ് ഫിലാഡൽഫിയ. ഓക്കെ, ഇവിടെ വെച്ച് ദ എലക്റ്റഡ് ജോർജ് വാഷിങ്ടൺ ആസ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി കോണ്ടിനെൻ്റൽ ആർമി. അപ്പോൾ ഇംഗ്ലണ്ടിനെതിരെയുള്ള സൈന്യത്തിൻ്റെ പരമോന്നത സൈന്യാധിപനായിട്ട് ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അവരുടെ നേതാവാരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. ഡ്യൂറിങ് ദിസ് ടൈം, ത്രൂ ദി pamphlet titled Common Sense, Thomas Paine declared that it was wise for the Americans to break the ties with Britain. അപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത്, ഡ്യൂറിങ് ദിസ് ടൈം, ത്രൂ ദി പാംലെറ്റ് ലഘുലേഖ എന്നാണ് ടൈറ്റിൽഡ്, അതിൻ്റെ ഹെഡിങ് ഇതായിരുന്നു കോമൺ സെൻസ് എന്ന ഒരു ലഘുലേഖയിലൂടെ അതിൻ്റെ സൃഷ്ടാവ് തോമസ് പെയിൻ ആയിരുന്നു. തോമസ് പെയിൻ ഡിക്ലെയർഡ്, ആ ലഘുലേഖയിലൂടെ തോമസ് പെയിൻ ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു. എന്ത് പ്രഖ്യാപിച്ചു? ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. ഇത് ഒരു നല്ല സമയമാണ്. ഓക്കെ, ബുദ്ധിപൂർവം അമേരിക്കക്കാർക്ക് ബ്രിട്ടനുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാനുള്ള, എല്ലാ ചങ്ങലക്കണ്ണികളും അറുത്തു മാറ്റാനുള്ള, ബന്ധം ഉപേക്ഷിക്കാനുള്ള ഒരു സമയമാണ് ഇതെന്ന് തോമസ് പെയിൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഘുലേഖയായ കോമൺ സെൻസിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, കോമൺ സെൻസ് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് തോമസ് പെയിൻ. ഇത് ചേരുംപടി ചേർക്കാനാണെന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ യുദ്ധം നടക്കുകയാണ്. ദി അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് issued the famous Declaration of Independence on 4th July 1776. അടുത്ത വർഷം 1776, ഡേറ്റ് ഓർമ്മിച്ചിരിക്കുക കൃത്യമായി, ജൂലൈ 4. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇന്ത്യ മഹാരാജ്യത്തിന് ആഗസ്റ്റ് 15 എന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതേപോലെ പ്രാധാന്യമുള്ള വർഷമാണ് ജൂലൈ 4. ഓക്കെ, നോക്കുക, ദി അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദി ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അങ്ങനെ ഈ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അവരൊരു പ്രഖ്യാപനം നടത്തി. എന്ത് പ്രഖ്യാപനമാണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നടത്തിയത് ഓൺ 4th July 1776 1776 ജൂലൈ 4 കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അപ്പോൾ ഓർമ്മിച്ചിരിക്കുക, അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം. ട്രംപും ബുഷും ഒബാമയൊക്കെ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനമാണ് 1776 ജൂലൈ 4. ജൂലൈ 4 പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ. ആ നയരേഖ,
ആ ഡിക്ലറേഷൻ, ആ പ്രഖ്യാപന രേഖ തയ്യാറാക്കിയത് ആരൊക്കെ നോക്കാം? തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരൊക്കെയായിരുന്നു? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു. ഓക്കെ, അപ്പോൾ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് ആരെല്ലാം? തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓർമ്മിച്ചിരിക്കുമല്ലോ. ആൻ എക്സ്ട്രാക്ട് ഫ്രം ഇറ്റ് ഈസ് ഗിവൺ. അപ്പോൾ ആ സ്വാതന്ത്ര്യ പ്രഖ്യാപന രേഖയുടെ ഒരു രൂപമാണ്, കരട് രൂപമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതൊന്നുമല്ല. ദെൻ റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഇൻ ദിസ് ഡിക്ലറേഷൻ? അപ്പോൾ ആ ഡിക്ലറേഷൻ നമുക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? അപ്പോൾ അവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ചില അവകാശങ്ങൾ ഉണ്ട്. നമുക്കിനി കൂട്ടിച്ചേർക്കാം അവിടെ വേണമെങ്കിൽ. ടു ഫോം ഗവൺമെൻറ് രൂപീകരിക്കാം. ആൻഡ് റൈറ്റ് ഓഫ് ദ പീപ്പിൾ ടു അബോളിഷ് ദ ഗവൺമെൻറ്, അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ഗവൺമെൻറ്റിനെ ജനങ്ങൾക്ക് അബോളിഷ് ചെയ്യാനുള്ള അവകാശവും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ, ജനങ്ങളുടെ ലിബർട്ടിയെ, ഫ്രീഡത്തെ വളരെയധികം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഡിക്ലറേഷൻ, ഒരു നയപ്രഖ്യാപനമാണ് ഏത് രേഖ? അമേരിക്കൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി തയ്യാറാക്കിയ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇത് തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരായിരുന്നു. ഓക്കെ, അങ്ങനെ അവസാനം യുദ്ധം അവസാനിക്കാറായി. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടുകൂടി ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. അപ്പോൾ യുദ്ധം എന്ന് അവസാനിച്ചു? 1781. ഓക്കെ, അങ്ങനെ അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783 ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. എന്നാൽ യുദ്ധം 1781 അവസാനിച്ചിരുന്നുവെങ്കിലും ബ്രിട്ടൻ ഒരിക്കലും ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783 1783 പാരീസ് ഉടമ്പടി പ്രകാരം ദ ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് ദി 13 കോളനീസ്. ഇംഗ്ലണ്ട് 13 അമേരിക്കൻ കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകാരം നൽകിയുണ്ടായി. ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയയിൽ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ നടന്നു, ഭരണഘടനാ സമ്മേളനം നടന്നു, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ. ഓക്കെ, ആരുടെ അടുത്തിലാണ് അങ്ങനെ ഒരു സമ്മേളനം നടന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ നടന്നത് ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഹീ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ പഠിച്ചു വയ്ക്കണം, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ. അപ്പോൾ അമേരിക്കൻ അംബേദ്കർ ആരായിരിക്കും? ജെയിംസ് മാഡിസൺ. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് ആരായിരിക്കും? അംബേദ്കർ. ഓക്കെ, അതേപോലെ അമേരിക്കയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് ജെയിംസ് മാഡിസൺ. ഓക്കെ, ഓർമ്മിച്ചിരിക്കാമല്ലോ, അംബേദ്കർ, മാഡിസൺ. ഓക്കെ, ജോർജ് വാഷിങ്ടൺ ബിക്കം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA. അങ്ങനെ ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ ഒന്നാമത്തെ പ്രസിഡൻ്റായി. ആൻഡ് ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കയുടെ ഒന്നാമത്തെ പ്രസിഡൻ്റായി അധികാരമേറ്റു? ജോർജ് വാഷിങ്ടൺ അധികാരമേറ്റു. അങ്ങനെ അമേരിക്കയിലെ കോളനി ഭരണത്തിന് അന്ത്യം കുറിക്കുകയുണ്ടായി. ബ്രിട്ടൻ കോളനിയാക്കി വച്ചിരുന്ന അമേരിക്കയിലെ 13 കോളനികളും സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. 1776 ജൂലൈ 4 അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡൻ്റായി അധികാരമേറ്റു? ജോർജ് വാഷിങ്ടൺ അധികാരമേറ്റു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭരണവ്യവസ്ഥയിൽ നിന്ന് മറ്റൊരു ഭരണവ്യവസ്ഥയിലേക്കുള്ള ഒരു മാറ്റം, ആ മാറ്റമാണ് റെവല്യൂഷൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് പൊളിറ്റിക്കൽ റെവല്യൂഷൻ. ഇതാണ് ആദ്യത്തെ രാഷ്ട്രീയ വിപ്ലവം. നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ വിപ്ലവം ഇതാണ്. ഇനി നമ്മളിവിടെ പഠിക്കുന്നത് ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോംഡ് ദ സിസ്റ്റം എക്സിസ്റ്റഡ് ദെയർ. അപ്പോൾ അമേരിക്കൻ കോളനിയിൽ നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയെ
അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മാറ്റിമറിക്കുകയുണ്ടായി, ട്രാൻസ്ഫോം ചെയ്യുകയുണ്ടായി. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഇങ്ങനെ അന്നുണ്ടായി ഈ സമരം, ഈ യുദ്ധം പിൽക്കാല ലോക ചരിത്രത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വാധീനിക്കപ്പെട്ടത് എങ്ങനെയൊക്കെ ആയിരിക്കാം? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എങ്ങനെയായിരിക്കാം മറ്റ് ലോകരാജ്യങ്ങളെ സ്വാധീനിച്ചത്? ഇതാ നോക്കുക. ഗേവ് എ ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദി ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് പിൽക്കാലത്തുണ്ടായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും നയിച്ചത്, അവർക്ക് മാർഗരേഖയായത്, അവർക്ക് മാർഗനിർദ്ദേശകയായത്, അവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പ്രേരിപ്പിച്ചത് അത് അമേരിക്കൻ റെവല്യൂഷനായിരുന്നു. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദി ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തുണ്ടായ പിന്നീടുണ്ടായ പിൽക്കാലത്തുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും ലക്ഷ്യത്തിലേക്ക് നയിച്ചതും, അവരെ നേരെയുള്ള പാതയിലേക്ക് നയിച്ചതും, വിജയപാതയിലേക്ക് നയിച്ചതും എന്തായിരുന്നു? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. 2. പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. ലോകത്താദ്യമായി ഒരു റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് കൊണ്ടുവന്നു. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് കൊണ്ടുവന്നത് അമേരിക്കയാണ്. അപ്പോൾ ലോകത്തിന് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് സംഭാവന ചെയ്യുന്നത് ആരാണ്? അമേരിക്കയാണ്. പുട്ട് ഫോർവേഡ് ദി കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. 3. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. പഠിച്ചു വയ്ക്കണം വ്യക്തമായി. ദി ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്ത് എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടനയുള്ള രാജ്യം USA. എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഓർമ്മിച്ചിരിക്കാമല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഏറ്റവും വലുതെങ്കിൽ ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 4. contributed to the concept of federal system that ensured freedom and authority of states in union. അവർ രാജ്യത്ത് യൂണിയനിൽ സ്റ്റേറ്റുകൾക്ക് സ്വാതന്ത്ര്യവും അധികാരം ഉറപ്പുവരുത്തുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ദാറ്റ് ഈസ് ഫെഡറൽ സിസ്റ്റം, ഫെഡറൽ വ്യവസ്ഥ. ആ ഫെഡറൽ വ്യവസ്ഥ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായി ലോകത്തിന് സംഭാവന ചെയ്യുന്നതും അമേരിക്കയാണ്. ഫെഡറൽ സിസ്റ്റം. ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്. ഇന്ത്യ ഒരു കോസ്റ്റ് ഫെഡറൽ സ്റ്റേറ്റാണ്, എങ്കിലും ഫെഡറൽ സ്റ്റേറ്റാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ യൂണിയൻ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റുമുണ്ട്, സ്റ്റേറ്റുകൾ പ്രോവിൻസുകൾ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റുമുണ്ട്. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്. സ്റ്റേറ്റുകളിലെല്ലാം നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെല്ലാം മുഖ്യമന്ത്രിമാരുണ്ട്. അതുമാത്രമല്ല, ഈ സ്റ്റേറ്റുകളെല്ലാം കൂടിച്ചേർന്ന് നമ്മുടെ മഹാരാജ്യത്തെ ഭരിക്കാനായിട്ട് ഒരു പ്രൈം മിനിസ്റ്ററുണ്ട്. അപ്പോൾ യൂണിയനുമുണ്ട്, സ്റ്റേറ്റ്സുമുണ്ട്. അങ്ങനെയുള്ള സംവിധാനത്തെ, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് 2 രാഷ്ട്രീയ അധികാര വിഭാഗമുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫെഡറൽ സിസ്റ്റം എന്ന് വിളിക്കാം. അങ്ങനെ ലോകത്തിലാദ്യത്തെ ഫെഡറൽ സിസ്റ്റമാണ് അമേരിക്കൻ ഫെഡറൽ സിസ്റ്റം. ഇത്രയുമാണ് അമേരിക്കൻ റെവല്യൂഷൻസ് മറ്റ് ലോകരാഷ്ട്രങ്ങളെ, മറ്റ് വിപ്ലവങ്ങളെയും മറ്റ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെയും സ്വാധീനിച്ചത്. ഇത്രയുമായപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷൻ, ഫസ്റ്റ് റെവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ, വിപ്ലവം എങ്ങനെ ആരംഭിച്ചു, ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാം, ഇവ കണ്ടെത്തുക, പഠിക്കുക. ഇതിൻ്റെ ഫലങ്ങൾ, വിപ്ലവം എങ്ങനെ